ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആദ്യത്തെ ഹൊറർ എഫക്റ്റൊക്കെ ഞാൻ വെറുതെ കൊടുത്തതാണ്. അപ്പോൾ ഇത് എൻ്റെ സ്വന്തം നാടായ മാമലക്കണ്ടത്തിലെ മുനിപ്പാറയിലുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അവിടുത്തെ കുറച്ച് വിശ്വാസങ്ങളും ഒക്കെ കണ്ടിട്ട് വരാം. ബാക്ക് ടു ദ വീഡിയോ. ഇത് മുനിയറ എന്ന് പറഞ്ഞ പണ്ട് മുനികൾ വന്ന് തപസ്സിൽ നിന്നാണ് പറയണത്. മുനികൾ വന്ന് തപസ്സിൽ നിന്നാണ് പറയണത്. അപ്പം ഇത് നല്ല സെറ്റപ്പാണ്. എൻ്റെ മുകൾ ഭാഗത്ത് കണ്ടോ, ആ പൊട്ടിയിരിക്കുന്ന ഭാഗം കണ്ടോ, ആ മുകളിൽ ഇവിടെ ഒരു വീഴ്ച പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രളയകാലത്തും അതുപോലെ ഭൂചലനമൊക്കെ ഉണ്ടായപ്പോൾ എന്തോ മാറിപ്പോയതായിരിക്കാം, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം വെക്കുന്ന പരിപാടിയുണ്ട്. മഴ പെയ്യും വേനൽക്കാലത്ത് നല്ല ഇതിൽ മഴ പെയ്യണ്ടില്ലാതെ നല്ല ഇതിൽ ഇവിടെ പരിസരവാസികളെല്ലാം കൂടി വന്ന് ഇവിടെ വന്ന് പായസം വയ്ക്കും. പായസം വയ്ക്കുമ്പോൾ ഒരാഴ്ചയ്ക്ക് മഴ പെയ്യുമെന്നാണ് ശരിക്കും പെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം വരെ ഈ പ്രാവശ്യം വരെ ചെയ്താൽ മഴ വരുന്ന വെച്ചാണ് കേൾക്കുന്നേ. തീർന്നില്ലേ? തീർന്നില്ല. മുനികൾക്ക് കിട്ടണ വ്യൂ കാണിച്ചു കൊടുക്കട്ടെ മാർക്കെ. ഈ വ്യൂ കണ്ടിരുന്നാണ് ഗൈസ് മുനികൾ തപസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെള്ളച്ചാട്ടം. ഇവരൊന്നും മുനി തപസ് ചെയ്ത് പിണ്ടാർന്നില്ല. ഇനി എനിക്കറിയാവുന്ന മാമലയെക്കുറിച്ച് പറയാം. കുറച്ച് വളരെയധികം സാധാരണക്കാർ മാത്രമുള്ള സ്ഥലം, പച്ചയായ മനുഷ്യരുള്ള സ്ഥലം. പണ്ടൊക്കെ അമ്മ വീട്ടിൽ പോയാൽ ഞങ്ങൾ 10 കസിൻസാണ്. നെറ്റ്വർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊബൈൽ ഗെയിംസ് ഒന്നുമില്ല. മണ്ണപ്പം ചുറ്റും ടീച്ചറും കുട്ടിയും കളിച്ച് നടന്നൊരു സമയം. തോർത്തും ബക്കറ്റും ഒരു ചെറിയ കുപ്പി എടുത്തുകൊണ്ട് തോട്ടിലേക്ക് പോകും. കുളിക്കാനാണെന്ന് പറഞ്ഞെടുത്ത് തോർത്തും കൊണ്ട് ഒരു ചെറിയ മീൻ പിടുത്തം. തോർത്ത് വെച്ച് മീൻ പിടിച്ച് ഒരു കുപ്പിയിലിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മമാർ തുടങ്ങും, ആ തോട്ടിൽ അത് കിടന്നാൽ കുറച്ച് നാളും കിടന്ന് ജീവിക്കില്ലേ, നമ്മൾ കൊണ്ടുവന്നാൽ അത് പെട്ടെന്ന് ചത്തുപോകുന്നു. അങ്ങനെ തിരിച്ച് കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആ മീനെ തിരിച്ച് തോട്ടിലേക്ക് ഇടാനൊരു പോക്കുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കും, എത്ര കഷ്ടപ്പെട്ട് പിടിച്ച മീനാ. എന്നാലും നമ്മൾ കാരണം ഒരു മീൻ എങ്ങാനും ചത്തുപോയാലോ. അന്ന് അമ്മമാർ കുരുന്നുകളുടെ മനസ്സിലിട്ട് തന്നൊരു കാര്യമുണ്ട്, നമ്മൾ കാരണം ഒരാൾക്ക് ഒന്നും വരരുത്. അത് വളർന്നു വന്നതുകൊണ്ടും നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും സഹജീവികളോടുള്ള സ്നേഹം ഒട്ടും കുറവല്ല നമ്മൾ 10 പേർക്കും. ഇവിടെ വരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ കൊണ്ടുവന്ന കനമേറിയ മനസ്സിൻ്റെ ഭാരം മാത്രം ഇവിടെ ഇറക്കി വെക്കുക. കൂട്ടത്തിൽ കൊണ്ടുവന്ന മാലിന്യം അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളുക. ഞങ്ങളെ പേരുള്ള ഒരുപാട് പേരുടെ ഓർമ്മകളുള്ള ഇടമാണ്. പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യം കൊണ്ടുവന്ന് അത് മൂടിക്കളയരുത്. ഇവിടെ നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടാവും നിങ്ങൾക്ക്. പിന്നീട് ഒരിക്കലും തിരിച്ചു വരുമ്പോൾ ആ ഓർമ്മകളൊക്കെ പുതുക്കാൻ കഴിയട്ടെ, അതുപോലെ പുതിയ ഓർമ്മകൾ നിറയ്ക്കാൻ കഴിയട്ടെ. എല്ലാ വീഡിയോസിലും റീൽസിലും ഒക്കെ ഹിറ്റായ മാമലക്കണ്ടം സ്കൂൾ, വെള്ളച്ചാട്ടം സ്വന്തമായിട്ടുള്ള സ്കൂള്. ആ സ്കൂളിൻ്റെ വെള്ളച്ചാട്ടം കുറച്ചും കൂടി ഒന്ന് അടുത്തു പോയി കണ്ടാലോ? അടുത്ത വീഡിയോയിൽ ഉടനെ വരാം കേട്ടോ. അപ്പം ഇത്ര വിശേഷങ്ങളാണ് മാമലയെക്കുറിച്ച് എനിക്ക് ഈ കുറച്ച് സമയത്തിനുള്ളിൽ പറയാൻ പറ്റുന്നത്. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. മാമലക്കണ്ടം സ്കൂള്, വെള്ളച്ചാട്ടമുള്ള സ്കൂള്.